വിദേശ രാജ്യങ്ങളിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയതായി പരാതി. ലക്ഷങ്ങൾ നൽകി വിദേശത്തേക്ക് പോയി വഞ്ചിതനായ യുവാവ് ചാലക്കുടിയിലെ ഏജൻസി ഓഫീസിന് മുന്നിൽ ഭാര്യയോടും കുട്ടിയോടുമൊപ്പം എത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കി. ചാലക്കുടി ട്രഷറിക്ക് സമീപം പ്രവർത്തിക്കുന്ന ആശാകിരൺ ഇമിഗ്രേഷൻ സർവീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് വ്യാപക തട്ടിപ്പാരോപണം ഉയർന്നിരിക്കുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി VR രജീഷാണ് തനിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സ്ലോവേനിയയിൽ നഴ്സിംഗ് ജോലി ശരിയാക്കാമെന്ന് വിശ്വസിപ്പിച്ച് 2023-24 വർഷങ്ങളിലായി 6 ലക്ഷത്തോളം രൂപ ബാങ്ക് വഴി ഏജൻസി അധികൃതർ കൈപ്പറ്റിയതായി രജീഷ് പറയുന്നു. എന്നാൽ വിസ ലഭിച്ച് അവിടെ എത്തിയപ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. ഏജൻസി വാഗ്ദാനം ചെയ്ത ജോലിയോ പഠനത്തിനായി പറഞ്ഞിരുന്ന കോളേജോ യൂണിവേഴ്സിറ്റിയോ അവിടെ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അവിടെയുള്ള മലയാളികളുടെ സഹായത്തോടെ ക്ലീനിംഗ് ജോലികൾ ചെയ്താണ് രജീഷ് ജീവിച്ചു പോന്നത്. കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ രജീഷ് വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് ഇടപെട്ട് സംസാരിച്ചപ്പോൾ പണം നൽകാമെന്ന് ഏജൻസി സമ്മതിച്ചെങ്കിലും പിന്നീട് പണം നൽകാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് രജീഷും ഭാര്യ ശ്രീജയും കുട്ടിയും ചാലക്കുടിയിലെ ഓഫീസിന് മുന്നിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. അവിടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലോ ആ വിസയിലോ ഞങ്ങൾക്ക് ഒരു ജോലിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ 26 വയസ്സ് വരെ ഉള്ളവർക്ക് സ്റ്റുഡൻറ് വിസ അലൗഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് സ്ലൊവേനിയയിൽ ഇങ്ങനെ ഒരു ജർമ്മൻ അഡാപ്റ്റേഷൻ കോഴ്സ് ഉണ്ട്, അത് പഠിച്ചു കഴിഞ്ഞിട്ട് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാം. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ അതിന് കുറേ ഡിലേ എടുത്തു. 2025 ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. അതിന് മുന്നേ നമ്മളോട് പൈസ അടയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് എഗ്രിമെൻറ്റിൻ്റെ കാര്യം ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ് സ്റ്റഡി അബ്രോഡിന് എഗ്രിമെൻ്റ് ഇല്ല, അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്കിട്ട് പൈസ അടപ്പിച്ചു. ഏകദേശം ഒരു 6500 യൂറോളം ഞങ്ങൾ അടയ്ക്കേണ്ടി വന്നു. അതല്ലാതെ വേറെ എമൗണ്ടുകളായിട്ടും ഇവർ ഞങ്ങളുടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളത് അടച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു വിസയോ ഇൻസ്റ്റിറ്റ്യൂട്ടോ ആയിരുന്നില്ല. അത് എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരുടെ അവസ്ഥ. ആർക്കും വരാൻ കഴിയില്ല. ഇവരോട് ഇപ്പോഴും പ്രൂഫ് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർ കാശ് അടച്ചിട്ടുണ്ട്, പക്ഷേ അവരുടെ കയ്യിൽ പ്രൂഫില്ല. 1 വർഷമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രൂഫ് ഇനി അവർ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ള ഇന്ത്യൻ മണി മാത്രമേ ഞാൻ അവർക്ക് ചോദിക്കുള്ളൂ. 6500 യൂറോണ് കൊടുത്തിട്ടുള്ള. ഞാൻ കൊടുത്തിട്ടുള്ള കാശ് അവരുടെ തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് പോയി ആത്മഹത്യ ചെയ്തു പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവർക്ക് ഇന്ന് കുറച്ച് സമയം വരെ കൊടുത്തിട്ടുണ്ട്. തറ അടയ്ക്കുന്നവരെ ഞാൻ നോക്കും, അതല്ലെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് ഈ കടം വീട്ടാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ ഈ ചാലക്കുടി, തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വന്നത്. ചാലക്കുടിയിൽ വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ആ ഒരു സിറ്റുവേഷനിലാണ്. മേലൂർക്കുന്ന് സ്വദേശി മേച്ചേരി ടിനി ജോർജ് അടക്കം 32 പേരാണ് ഈ ഏജൻസി വഴി ഒരേ സമയം സ്ലോവേനിയയിലേക്ക് പോയത്. എന്നാൽ ഇവർ ആർക്കും തന്നെ നഴ്സിംഗ് ജോലി ലഭിച്ചില്ല. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്ത ശേഷം നഴ്സിംഗ് ജോലി ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചാണ് ഇവരിൽ നിന്നെല്ലാം ലക്ഷങ്ങൾ വാങ്ങിയത്. നിലവിൽ 30ഓളം പേരിൽ നിന്ന് പുതിയതായി പണം വാങ്ങി സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്താൻ ഏജൻസി ശ്രമിക്കുന്നതായും രജീഷ് ആരോപിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.